ഇത് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ഡ്രൈവാണ്. അതായത് ഇൻഗ്രീഡിയൻസിനെ പറ്റി നമ്മൾ എപ്പോഴും ഫോർമുലേറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് എല്ലായ്പ്പോഴും നമ്മൾ എത്ര കാലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും നാൾ പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് പല രീതിയിൽ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കൊരു ഈ പുൽത്തൈലം, അതായത് സ്വയം തൊഴിൽ തങ്കം പുൽത്തൈലം എന്നും പറഞ്ഞ ഒരു പുൽത്തൈലം ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ഏതോ ഒരു പാനുള്ള ഒരു ഇത് ഉണ്ടാക്കിക്കൊള്ളാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോ എഴുതിയിരിക്കുന്നത് വെള്ളത്തിൽ കലക്കി തറയിലും ബാത്റൂമിലും മേശയിലും തുടയ്ക്കാം, ഈച്ച കൊതുക് എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാം, ഫലപ്രദമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്കിത് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ കൊതുകടി ഇല്ലാതിരിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ദേഹത്തൊന്ന് പരത്തി കൊടുക്കണം അങ്ങനെ. പക്ഷെ ഇതെനിക്ക് നല്ലൊരു പുൽത്തൈലായിട്ട് തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് തറ തുടയ്ക്കാനും അതിനൊക്കെയാണ്. കാരണം ഇതിനു മുൻപ് ഞാൻ ഇതുപോലെ ഒരു പുൽത്തൈലം മേടിച്ചിട്ട് അത് യാതൊരു യൂസും ഉണ്ടായില്ല. അത് വെറുതെ വെള്ളം പോലെ അത് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ അത് മണമൊന്നും ഉണ്ടായില്ല. ഇത് പക്ഷെ ഇത്രയും നാളായി ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ശരിക്കും നാച്ചുറലായിട്ട് അവരെടുത്തിരിക്കുന്ന സാധനമാണ് അത്. പക്ഷെ വെള്ളത്തിൽ കലക്കുമ്പോൾ ഇതിന്റെ എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഇതിൽ എന്തെങ്കിലും ഓയിൽ ബേസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടോ, ഇത് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് നമുക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ മുൻപ് ഞാനന്ന് ഉപയോഗിച്ചത് മറ്റേ ഇതിലായിരുന്നു, പാൻ വരാതിരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഗമ്മൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചേർന്ന് പോകുമായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ജെല്ലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, ജെല്ലായിട്ട് പറ്റണമെങ്കിൽ നമുക്കത് സാധിക്കുമോ, അപ്പൊ ഇത് വാട്ടർ സോളിബിൾ ആണോ ഓയിൽ സോളിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് ഓയിൽ വെള്ളത്തിൽ കലക്കി നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ അത് പൊന്തിക്കെടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് വാട്ടർ സോളിബിൾ അല്ല, അത് ഓയിൽ സോളിബിൾ ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ അതിനെ മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മുടെ ഇപ്പോ എന്താ പറയാ, നമ്മുടെ സ്വയം തൊഴിൽ അങ്ങനെയുള്ളവരൊന്നും ഇൻഗ്രീഡിയൻസ് ലേബൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് സാധനവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമ്മൾ ദയവായിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ നോക്കണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്കിന്നിന് ഡാമേജ് വരുത്തും. അതുപോലെ നമ്മൾ ഒരിക്കലും ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് അറിയാതെ ഒരാൾക്കും ഒരു സാധനം ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കരുത്. നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് വാട്ടർ സോളുബിൾ ആണ്. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു ഇതിന്റെ സത്ത് എടുത്തിട്ട് അവര് നല്ല മണാട്ടോ. എന്താല്ലേ, നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കൈകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ അല്ലെ. ഇത് ശരിക്കും വാട്ടർ സോളുബിൾ ആണ്, കണ്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ മിക്കവാറും ഇതിന്റെ തൈലം എടുത്തിട്ട് അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിരിക്കണം. കാരണം തൈലം നമുക്ക് എന്ത് സാധനം എടുത്താലും നമുക്കത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ അതിരിക്കില്ല. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഇത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് ജെല്ലിലൊക്കെ യൂസ് ചെയ്യാം. ഈവൻ ക്രീമിലായാൽ പോലും നമുക്ക് ക്രീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആയാലും യൂസ് ചെയ്യാം. പിന്നെ അലർജി ടെസ്റ്റ് ചെയ്യാം നമുക്ക് ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിനു വേണ്ടി കുറച്ചൊക്കെ നമുക്ക് ദേഹത്തൊക്കെ വെച്ച് തേച്ച് കൊടുക്കാം. കാരണം ഇഞ്ചപ്പുൽ തൈലല്ല അത്ര സ്ട്രോങ് ആയിരിക്കില്ലല്ലോ. കെമിക്കൽസ് ഒന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. കാരണം ഇതുപോലെ ഈ സ്വയം തൊഴിൽ ആൾക്കാരായതുകൊണ്ട് അവരെ കെമിക്കൽസ് പഠിപ്പിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ടർ സോളുബിൾ ആണോ ഓയിൽ സോളുബിൾ ആണോ, അതുപോലെ ചിലത് നമുക്ക് ഗമ്മൊക്കെ, ചിലത് നമുക്ക് ഈവൻ ഗ്ലിസറിനിൽ പോലും മിക്സ് ചെയ്യാൻ പറ്റാത്ത പോളിമറുകളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പതുക്കെ പതുക്കെ നമുക്ക് അങ്ങനെ അടി വെച്ച് പടിപടിയായിട്ട് മുന്നോട്ട് പോകാൻ. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.